ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു സൺഡേ വ്ലോഗ് കാണാം കേട്ടോ. ഇന്നത്തെ സൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു സൺഡേ എന്ന് പറയാം. കാരണം നമ്മൾ ഫുൾ റൂം ക്ലീൻ ചെയ്ത കേട്ടോ. എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി നമ്മൾ ഫുൾ ക്ലീനിങ് ആയിരുന്നു ഇന്നെന്ന് പറയുന്നത്. ക്ലീനൊക്കെ ചെയ്തിട്ട് മരുന്ന് വെക്കുന്നുണ്ടായിരുന്നു. ഈ പാറ്റ, ചെറിയ ചെറിയ പാറ്റില്ല, അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ പെട്ടെന്ന് തീർക്കാന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അങ്ങനെ എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേനും ഒരു ഉച്ചയൊക്കെ ആയി. ഇപ്പൊ റൂം കാണാൻ കുറച്ച് ചന്തമൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഈ സൺഡേ ഒരു തുടക്കം. പിന്നീട് നമ്മൾ വിചാരിച്ചെന്നാൽ കുക്കിങ്ങിലേക്ക് പെയ്യ അങ്ങോട്ട് കിടക്കാമെന്ന്. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ദാല് കറിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലല്ലേ അതും തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടന്നു. നിങ്ങളുടെ സൺഡേ ഒക്കെ എങ്ങനെ പോയി? നല്ല അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പോയോ, അല്ല എല്ലാവരും ഉറങ്ങി തീർത്തോ? ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ പ്രമാണിച്ച് നമ്മൾ വിചാരിച്ചെന്നാൽ ഇനി പുറത്തുനിന്നൊന്നും ഓർഡർ ചെയ്യണ്ട, നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഏത്തക്കയൊക്കെ പൊളിച്ചിട്ട് നമുക്ക് വാഴയ്ക്കാപ്പം വെക്കാം, അതുപോലെ തന്നെ കോഫിയും വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് അടുത്തത് നമ്മൾ കടന്നു. അങ്ങനെ എല്ലാം വീട്ടിലത്തെ ഫുഡ് തന്നെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് കാണുക, അതിൽ ലാസ്റ്റിലായിരിക്കും നമ്മുടെ മെയിൻ ട്വിസ്റ്റ് കിടക്കുന്നത്. എനിക്കങ്ങനെ ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല. യൂട്യൂബ് നോക്കി വല്ലപ്പോഴും നമ്മുടെ കൊറോണ ടൈമിലൊക്കെ കുറേ ടെസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ അത് കുറേയൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. എങ്കിലും അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മ എല്ലാം കഴിച്ചിട്ട് പറയും ആ കുഴപ്പമില്ല നല്ലതാന്നൊക്കെ. ആ ഒരു ഇതിൽ നമുക്ക്, പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്യുന്നത് ദിവ്യാണ് കേട്ടോ. അവളാണ് ഇതിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൾ ഒരു സൈഡിലിരുന്ന് അതിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയം നോക്കിയിട്ട് ഞാൻ ഇവിടെ എണ്ണി തിട്ടപ്പെടുത്തി മുറിച്ച് വെക്കുകയാണ്. എനിക്ക് ഇത്ര നിനക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഏലക്ക പൊടിച്ചില്ല. അപ്പോൾ അവള് പറഞ്ഞൊന്ന് ഏലക്ക ഒന്ന് പൊളിച്ചു തരാൻ. അങ്ങനെ ഞാൻ ഏലക്കയൊക്കെ പൊളിച്ചെടുത്തിട്ട് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഏത്തക്കാപ്പെന്നും പറയും, പഴംപൊരി എന്നും പറയും കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വേറെ സ്ഥലത്തുനിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഏത്തക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വേറെന്താ, പഴം നിറച്ചതുണ്ട് ഇല്ലേ. ഞാൻ പഴം നിറച്ചത് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഭയങ്കര ഒന്നുകൂടെ അങ്ങ് മധുരം തോന്നുന്ന രീതിയിൽ. ചിലർക്കത് ഇഷ്ടപ്പെടും. അങ്ങനെ അവിടെ ബാറ്ററൊക്കെ റെഡിയായി. കുറച്ച് മൈദ, കുറച്ച് അരിപ്പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി. പിന്നെ നമ്മൾ എണ്ണ വെച്ചിട്ട് അത് ചൂടായെന്നറിയാൻ ഞാൻ കുറച്ച് ഒഴിച്ച് നോക്കി അതിനകത്ത് എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറക്കി അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചില്ല, നമ്മൾ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയ ആൾക്കാരോടല്ല പറയുന്നത്, എന്നെപ്പോലുള്ള ആൾക്കാരോടാണ്. നമ്മൾ പെട്ടെന്ന് തീ കൂട്ടിയിട്ടിട്ട് എല്ലാം പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിക്കില്ല. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ തലേന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അന്നേരം നമ്മൾ ഇപ്രാവശ്യം തീയൊക്കെ കുറച്ചിട്ടിട്ട് നമ്മൾ അതിനകത്ത് നിൽക്കുന്ന രീതിയിലെല്ലാം സെറ്റാക്കി അവസാനം നമ്മൾ നല്ല മുരിഞ്ഞ പഴംപൊരി ഇവിടെ റെഡിയായി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒട്ടിയൊട്ടിയൊക്കെ ഇരിക്കും. നമ്മൾ വലിയ പാത്രമല്ലല്ലോ എടുത്തത്, നമുക്ക് ഇതിൽ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തടുത്തായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മുറിച്ചല്ലേ തിന്നണ്ടേ, അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ ഒരു തോരനോട് വെക്കാം. മുരിങ്ങയില ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ മുരിങ്ങയില തോരന് വെക്കാമെന്ന് വിചാരിച്ചു. ദിവ്യ അവിടെ ഡാല് കറി വെക്കുന്നുണ്ട്. അവളുടെ സ്പെഷ്യലാണ് കേട്ടോ, ഡൽഹി സ്റ്റൈൽ ഡാല് കറിയാണ് അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇപ്പുറത്തോട്ട് എന്നാൽ നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ നേരത്ത് കടുക് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉഴുന്നൂടെ ചേർത്ത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ തോരൻ വെക്കുന്നുണ്ട്, അവളപ്പുറത്ത് ഡാല് കറി വെക്കുന്നുണ്ട്. ചോറ് ആദ്യമേ ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഡാല് കറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വേവിക്കാനൊക്കെ വെച്ചിരുന്നത്. പിന്നീട് നമ്മൾ ഡാല് കറി സെപ്പറേറ്റ് ഇവൾ കടു വറുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് അവളപ്പുറത്ത് അതിനെ ഒന്ന് കുറുക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ തോരനും അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് രാത്രിയിൽ നമുക്ക് ചോറും ഡാല് കറിയും അതുപോലെ തന്നെ മുരിങ്ങയില തോരനും ആക്കാമെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ എല്ലാം ലാസ്റ്റ് സെറ്റായി. അങ്ങനെ ലാസ്റ്റ് സെറ്റായ സമയത്താണ് നമ്മുടെ ദിവ്യയുടെ മാമൻ വിളിച്ചിട്ട് പറഞ്ഞത്. ദിവ്യയുടെ മാമൻ മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് കൂടാണ് കേട്ടോ. അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി. എന്നാൽ പിന്നെ ഉണ്ടാക്കിയതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അങ്കിളിനൊരു സങ്കടം ആവില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഓർഡറൊക്കെ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് കപ്പക്കിഴി, അതുപോലെ തന്നെ കപ്പ ബിരിയാണി, പൊറോട്ട, ബീഫ് ഫ്രൈ, അങ്ങനെ കുറേ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഇന്ന് അത്രേ ഉള്ളായിരുന്നു. ഇന്ന് നമ്മൾ വെച്ചതൊക്കെ നമ്മളെടുത്ത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ തട്ടിക്കയറ്റി നമ്മൾ ഇതൊക്കെ കഴിച്ചു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇപ്രാവശ്യം പോയത്, മലബാർ തട്ടുകടയിലോട്ട്. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ഇതെല്ലാം ഫുഡൊക്കെ കഴിച്ചു. അങ്കിൾ ഇതാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സൺഡേ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.